പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്. നമ്മളാർക്കും ഇഷ്ടമില്ല, നമ്മളെ വാക്കാരും ചെവി ഓർക്കുന്നില്ല. നമ്മളെന്തോ വേണ്ടാത്ത പോലെ. സമ്പത്തിൻ്റെ കുറവാണ്, അല്ല സൗന്ദര്യത്തിൻ്റെ കുറവാണ്, അല്ല തറവാട് മഹിമയുടെ കുറവാണ്. എന്താ നമുക്ക് പ്രശ്നം? അപ്പം നമുക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്, അത്യാവശ്യം നല്ല തറവാട്, മോശമില്ല, മോശമില്ലാത്ത തറവാടാണ് നമ്മൾ. പിന്നെ വാഹനമുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒരുപാട് കുടുംബക്കാരുണ്ട്. പക്ഷെ കുടുംബത്തിലൊന്നും നമ്മളെ വേണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പലരും പറഞ്ഞ് കേൾക്കാറില്ല. നമ്മളൊരു സ്നേഹമില്ല, ഒരു അടുപ്പമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? അടുപ്പം സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈൻ ടേക്ക് പോളിസി, എന്താ പറയുക ഇംഗ്ലീഷിൽ? ഡിവൈൻ ടേക്ക് പോളിസി. കൊടുക്കുക വാങ്ങുക എന്ന് പറഞ്ഞു. ഇത് പണ്ടപ്പോഴും കണ്ട ഒരു വീഡിയോയിലൊരു ഭാഗം. അപ്പോൾ അതുപോലെ നമ്മൾ സ്നേഹം കൊടുക്കുക. സുഹൃത്തുക്കൾക്ക്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പത്തിലേ സ്നേഹിക്കാമെന്ന് ഭയങ്കര കാര്യമാണ്. ചെറുപ്പത്തിലേ നമ്മൾ കുട്ടിയെ സ്നേഹിച്ച് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര വലുതായാലും നമ്മളെ ജീവനായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറുപ്പത്തിൽ അവനെ കെയർ ചെയ്യുക, അവന് പരിഗണന കൊടുക്കുക. പലപ്പോഴും നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷെ എങ്ങനെ പെരുമാറേണ്ടത് നമുക്കറിയില്ല. നമുക്ക് ഭയങ്കര അവനോട് ഇഷ്ടമുണ്ട്, നമ്മളെ കുടുംബക്കാരനാണ്, നമ്മളെ തുണക്കാരനാണ്. പക്ഷെ എങ്ങനെ നമ്മൾ ചിലപ്പോൾ പറ്റാത്തൊക്കെ പറയും. അങ്ങനെയല്ല, വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കൂട്ടുകാർക്കിടയിൽ. ഈ അടുത്ത് വായിച്ചൊരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുക, കൂട്ടത്തിരിക്കുമ്പോൾ നാവിൽ നിയന്ത്രിക്കുക. അതായത് ആർക്കും മോശമെന്ന രീതിയിൽ ഒന്നും പറയാതിരിക്കുക. അതേപോലെ നമ്മൾ സ്നേഹിക്കുക. അതുപോലെ ജീവികളെ സ്നേഹിക്കുക. ജീവികളെ നിങ്ങൾ സ്നേഹിച്ച് നോക്കും, പ്രകൃതിയെ സ്നേഹിച്ച് നോക്കും. നിങ്ങൾക്ക് ആരുമില്ല, ഒന്നും കിട്ടുന്നില്ല, സ്നേഹം തിരിച്ചെങ്കിൽ പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കുക. പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ അതിൻ്റെത് ആസ്വദിക്കുക. നമുക്ക് ആസ്വദിക്കാൻ പറ്റും പ്രകൃതിയിൽ. നമുക്കറിയാം സൂര്യനുദയവും അസ്തമയവും, അതുപോലെ പുഷ്പങ്ങളും നദികളും ഒഴുക്കും ചാലും പച്ചപ്പും രാവിലത്തെ കാലാവസ്ഥയും, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ ഒക്കെ പറ്റും. അതുപോലെ മൃഗങ്ങളെ സ്നേഹിക്കാമല്ലോ നല്ലോണം. പട്ടിയാകട്ടെ പൂച്ചയാകട്ടെ, അങ്ങനെയൊക്കെ അതിനൊക്കെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് കാണിക്കുന്ന സ്നേഹവും വാത്സല്യം ഭയങ്കരമായിരിക്കും. അതുപോലെ ഭാര്യയോടും മക്കളോടും ഒക്കെ നല്ല സ്നേഹത്തിൽ അങ്ങോട്ട് പെരുമാറുക. ചെറിയ തെറ്റുകൾ വരുമ്പോഴും നല്ല രീതിയിൽ തിരുത്തി കൊടുക്കുക. നല്ലൊരു ക്യാരക്ടർ നമ്മൾ നല്ലൊരു ക്യാരക്ടറാകുക, നല്ലൊരു വ്യക്തിയായി മാറുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്നേഹിക്കും. പിന്നെ നമ്മളെങ്ങനെ നല്ല ജീവിതം ജീവിക്കുന്നുണ്ടാലും നമ്മളെ പറ്റാതെ, നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളോട് വെറുപ്പുള്ള, വിദ്വേഷമുള്ള, പകയുള്ള, അസൂയ വെച്ച് പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെ വിട്ടുകളയുക, നല്ല ആളുകളെ പിടിക്കുക, നല്ല ആളുകളുടെ കൂടെ സഹവസിക്കുക, നല്ല നല്ല സംസാരങ്ങൾ കേൾക്കുക, അങ്ങനെ നല്ലത് ചിന്തിക്കുക, നല്ലത് വായിക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ നല്ലതാവും.